ആനകൾ ഇപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രഞ്ച് കിടങ്ങ് കയറിയതാണ്. അപ്പോൾ ആനകൾ അതുവരെ വരും, ഇതിൻ്റെ ഇപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. ഇവിടെ പശുക്കളൊക്കെ മേയുണ്ട്. അതിങ്ങനെ പോയി നോക്കാം, കുറച്ച് ദൂരം ഇതിൻ്റെ എൻഡിലൊന്ന് കയറി നോക്കാം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയോ? ഞാനിന്ന് പിന്നെ കുറച്ച് ഉൾപ്രദേശങ്ങളിലൂടെ പോകാൻ പോകണം. അപ്പോൾ നീലഗിരിയിൽ ഒരുപാട് ഉൾപ്രദേശങ്ങളുണ്ടല്ലോ, ഇൻറ്റീരിയർ പ്ലേസുകൾ. നമ്മൾ കുറച്ചായിട്ട് അതിങ്ങനെ കവർ ചെയ്യാൻ വിചാരിക്കണം. അപ്പോൾ നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗ്രാമങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ നല്ല കാഴ്ചയുള്ള സ്ഥലങ്ങൾ, ടൂറിസ്റ്റ് പ്ലേസൊക്കെ കാണിക്കാൻ ഒരുപാട് ഓപ്ഷനുകളുണ്ട്, ഒരുപാട് ചാനൽസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോണത് ഗ്രാമങ്ങൾ കാണാനും പിന്നെ അവിടുത്തെ ജീവിതങ്ങൾ കാണാനൊക്കെയാണ്. അപ്പോൾ നമ്മൾ ബൈക്ക് എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഫുൾ യാത്ര തന്നെ. പോവാം, നമുക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എവിടെ എന്താണെന്നുള്ളത് നമുക്ക് വഴി സംസാരിക്കാം. നമ്മൾ പുറപ്പെട്ടു. നല്ല കാലാവസ്ഥയാണ്, ഇപ്പോൾ വെയിലുണ്ട്. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു, അതിൻ്റെ ഒരു ഈർപ്പം ഇങ്ങനെ കാണാം. പിന്നെ നല്ല ഗ്രീനിഷാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇനി പോകുന്നതിൽ കാഴ്ചയിലും കാണാമല്ലോ. അപ്പോൾ ഈ ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു സീനറികളൊക്കെ കണ്ടിട്ടാണ് പോവാം. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ പുറപ്പെടുമ്പോൾ നല്ല വെയിലുണ്ട്, പക്ഷേ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ മഴയായിരിക്കും. ഇവിടെ ഓരോ സ്ഥലത്തും ഓരോ കാലാവസ്ഥയാണ്. അപ്പുറം ഒരു 5 കിലോമീറ്റർ ഡിഫറൻസിൽ ഒരു സ്ഥലത്ത് മഴ പെയ്യും, മറ്റേ സ്ഥലത്ത് ഭയങ്കര വെയിൽ. അങ്ങനെയൊക്കെയാണ് കാലാവസ്ഥ. ദേവർശാല ടൗൺ. നമുക്ക് ദേവർശാല തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കണം. ഞാൻ ദേവർശാലേൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകാം ആദ്യം, എന്നിട്ട് അതുവഴി എങ്ങനെ കാണാം. പിന്നെ ഓരോ ദിവസം നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോകാം. അപ്പോൾ വീഡിയോക്ക് ഒരു സപ്പോർട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഒരു മഴക്കാർ മൂടുണ്ട്. മിക്കവാറും നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ദേവർശാല നമ്പർ 3 ഡിവിഷനിലേക്ക് പോകുന്ന റോഡാണ്. ഇപ്പോൾ ഇവിടെ റോഡ് പുതുക്കി പണിതു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊന്ന് കാണുകയും ചെയ്യാം. പിന്നെ അതിലൂടെ പോയിട്ടുള്ള കാഴ്ചകൾ, ഒരുപാട് ഇൻറ്റീരിയറിലേക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഗോൾഡ് ടൗണിലേക്കൊക്കെ പോകാൻ പറ്റിയ റൂട്ടൊക്കെ ഉണ്ട്. നമുക്ക് പറ്റിയാൽ അതിലൂടെയൊക്കെ പോവാം. ഇതൊരു നല്ല റൂട്ട് തന്നെയാണ്. റോഡ് ഉണ്ടായിരുന്നില്ല ഇവിടെ. റോഡ് ഇവിടെ ഒരു ദേവർശാല ടൗൺ ടു നമ്പർ 3 ഡിവിഷന് ഒരു 5-6 കിലോമീറ്റർ 5 കിലോമീറ്റർ ഉണ്ടാവും. അത്രയും ദൂരം റോഡ് ഭയങ്കര മോശമായിരുന്നു. ഇപ്പം കണ്ട വണ്ടികളൊക്കെ പോകുന്നത്. ഈ റോഡ് ഇപ്പോൾ ഇത് പുതുതായിട്ടിട്ട റോഡാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പുതുതായിട്ടിട്ട തന്നെ റോഡ്. ഇങ്ങനെ പോവാം, റോഡ് ഒന്ന് കാണാം. ഇവിടെ വേറൊരു സംഭവമുണ്ട്. നേരെ കാണുന്ന ഫാക്ടറിയാണ്. ഫാക്ടറിക്ക് ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. പ്രവർത്തനം നിലച്ചു പോയ ഫാക്ടറിയാണ്. ഇവിടെ ചപ്പ അരക്കില്ലാന്ന് തോന്നുന്നു. ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം നമുക്ക്. ഇത് പുതുതായിട്ട് ഇങ്ങോട്ട് ഇട്ടിട്ടുള്ള റോഡാണ്. വീതി കുറവാണെങ്കിലും നല്ല സൂപ്പർ റോഡാണ്. ഞാനിവിടെ നിർത്താണ്ടായ കാരണം എന്താണെന്ന് അറിയോ? ഈ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് തേയിലച്ചെടിയാണ്. തേയിലച്ചെടി മീൻസ് ഇവിടെ ഇത് കുറേ മാസങ്ങളായിട്ട്, വർഷങ്ങളായി തോന്നുന്നു ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. കാരണം വേറെ എവിടെ പോയി കഴിഞ്ഞാലും നമുക്കിങ്ങനെ കാണാൻ പറ്റില്ല. തേയിലച്ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെട്ടി ഒരുക്കി അത് ഒരു ഭംഗി ഉണ്ടാവും. പക്ഷേ ഇത് ഇതൊന്നും പരിപാലനമൊന്നും ഇല്ലാണ്ട് ഇതിന് തേയിലൊന്നും എടുക്കാണ്ട് കിടക്കണം. അപ്പോൾ അതിനർത്ഥം ഇവിടെ എസ്റ്റേറ്റിൽ പണിയൊന്നും നടക്കണില്ല, തേയിലൊന്നും എടുക്കണില്ല എന്നാണ്. അപ്പം അതാണ് ഇങ്ങനെ കിടക്കുന്നത്. കാട് മൂടി കിടക്കണം. ആ ഭാഗത്തും മേൽഭാഗത്തും എല്ലാം കണ്ട് ഇങ്ങനെ കാട് മൂടി കിടക്കണതാണ്. എത്രയോ വർഷങ്ങൾ ഇതിന് തേയില എടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, മുമ്പോട്ട് പോയി കഴിഞ്ഞാലൊക്കെ അങ്ങനെ തന്നെയാണ്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ ഒന്ന് പോയി നോക്കാം. അവിടെ താഴെ കുറച്ച് കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വാഴ, പാവൽ ഒക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. എല്ലാ ദിവസവും ആന വരുന്ന സ്ഥലമുണ്ട് ഇവിടെ. കൂട്ടത്തോടെ വരും കാട്ടാനകൾ. വൈകുന്നേരം സമയമായാലും ഇവിടെ വണ്ടികളൊന്നും ഓട്ടോറിക്ഷ ഒന്നും ട്രിപ്പ് വിളിച്ചാലൊന്നും അങ്ങോട്ട് വരാത്തൊരു സ്ഥലം കൂടിയാണ് എന്നൊക്കെ പറഞ്ഞേക്കാം. എന്തായാലും നമുക്ക് പോവാം.
തേയിലച്ചെടീൻ്റെ അവസ്ഥ ഉണ്ടോ? അതുകൊണ്ട് ആ ഭാഗത്തേക്കൊക്കെ നല്ല ഈ ഫോറസ്റ്റിലൊക്കെ അടിക്കാട് വളർന്ന പോലെ മൊത്തം വളർന്നിരിക്കുകയാണ്. മൈൻറ്റൻസ് ഇല്ലാതെ കിടക്കണം. എല്ലാം പൊളിഞ്ഞു പോയി. പഴയ വീടാണ്. ഇപ്പുറത്ത് പുതിയ വീട് കെട്ടിയിട്ടുണ്ട്. അവരെന്നെ ആയിരിക്കും തോന്നുന്നു. കഴിഞ്ഞിട്ടില്ല. നമ്മൾ വരുന്ന വഴിക്ക് പിന്നെ വാഴ കൊല വെട്ടി ഇവിടെ കൊടുന്ന് വണ്ടിക്ക് വേണ്ടി ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് കൊടുന്നിട്ടിരിക്കുന്നത് നമ്മുടെ സുഹൃത്താണ് അക്ബർ അല്ലേ? അക്ബറിൻ്റെ ആണ് ഇത്. അക്ബറല്ലേ ചെയ്യുന്നതൊക്കെ മൊത്തം. അക്ബർ ഇവിടെ കൃഷി ചെയ്യാനാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങി പോയിട്ട് ആ വാഴ കൃഷി നോക്കണം. വാഴ മാത്രമേ ഉള്ളൂ? വേറെ എന്തെങ്കിലും ഉണ്ടോ? വാഴ മാത്രമേ. അവിടെ പാവലൊക്കെ ഉണ്ടല്ലോ, അതായിരുന്നാ? പാവലല്ല, ചിരങ്ങ. ചിരങ്ങയാ? അത് ശരി. ആ പന്തൽ ചിരങ്ങിട്ടാണ് പന്തൽ. അത് ശരി. ഇതിന് ഇപ്പോൾ ഫുള്ള് വെട്ടിയോ? എല്ലാം വെട്ടിയോ? അപ്പോൾ ഇത് എത്ര ഉണ്ട് സ്ഥലം? 3.5 ഏക്കറാ? 3.5 ഏക്കർ വാഴട്ടിരിക്കുക. ആന വരുമോ? ഉണ്ടോ? ഈ കമ്പി ഉണ്ടോ? ഈ കമ്പി ഇവിടെ ചുറ്റുഭാഗം ഉണ്ടാവും. അപ്പോൾ ഇവിടെ എപ്പോഴും ആന വരുന്ന സ്ഥലമാണ്. അപ്പോൾ ആനനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. എല്ലാ കർഷകരും അങ്ങനെ തന്നെയാണ് ഇവിടെ ചെയ്യുക. അപ്പോൾ ഇവിടെ അക്ബറും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിപ്പോൾ എത്ര മാസത്തെ അധ്വാനം? ഈ എത്ര? ഇതൊരു വർഷം 10-14 മാസത്തോളം ആവും. 14 മാസമായി ഇട്ടിട്ട്. അപ്പോൾ അത് മുതൽ ഇതുവരെ കാവല് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കണം. ഇവിടെ ഒരുപാട് ആന വരുന്ന സ്ഥലമല്ലേ? വൈകുന്നേരം വണ്ടിയിൽ നിന്ന് വിളിച്ചാൽ ഇങ്ങോട്ട് ട്രിപ്പൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞാൽ. റോഡ് വന്നതുകൊണ്ട് അല്ലേ? റോഡ് മോശം. ഇവിടെ നല്ല റോഡ് ഇട്ടിടും. അപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയൊന്നും ആയിരുന്നില്ല. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു. വണ്ടിക്ക് ഒട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പിന്നെ റോഡ് ഈ കണ്ടീഷനിലായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഓട്ടോറിക്ഷകളൊക്കെ രാത്രിയൊക്കെ വിളിച്ചാൽ വരും എന്നൊക്കെയാണ് പറയണത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റോഡ് പോകുന്നുണ്ട്. പക്ഷെ കുറച്ചാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റാണ്. നോക്കാണ്ട് പോകണം. നമുക്ക് ഈ വാഴക്കൃഷിൻ്റെ അകത്തൊക്കെ ഒന്ന് പോയി നോക്കാം എങ്ങനെ. ഷെഡ് കണ്ടോ? വിശ്രമിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഈ ഷെഡിലാണ് വെള്ളം വരുന്നുണ്ടോ? 24 hour വെള്ളമായിരിക്കും. വെള്ളം അടിച്ചെടുക്കണമെന്ന് തോന്നുന്നു. ഇങ്ങനെ വെട്ടി ഇങ്ങനെ ചുമന്നുകൊണ്ട് കൊണ്ടുപോവാണ്. വാഴ കാറ്റിന് അങ്ങോട്ടും കൊണ്ട് പോകാണ്ടിരിക്കാനാണെന്ന് തോന്നുന്നു ഈ കയറ് ഇട്ടിരിക്കുന്നത്. യെസ്. നമുക്ക് കൊല വെട്ടുന്നതൊക്കെ ഒന്ന് പോയി നോക്കാം. ഇതൊക്കെ വെള്ളം വരുന്നുണ്ടല്ലോ ചാലിൽ. ഇത്ര ഏരിയയാണ് കേട്ടോ അക്ബറിൻ്റെ കൃഷി ചെയ്യുന്ന സ്ഥലം. പക്ഷെ നല്ല അധ്വാനമാണ്. ഒരു 10-12 മാസത്തെ അധ്വാനമാണിത്. ഇത് ചെറിയ കന്ന് കൂടുന്നത് വെച്ചത് മുതൽ അത് ഈ ഒരു അവസ്ഥയിൽ എത്തുന്ന വരെ നോക്കി നടക്കാൻ ഉള്ളൊരു അധ്വാനം എന്ന് പറയുന്നത് ചില്ലറ അധ്വാനമൊന്നുമല്ല. അത് ഏറ്റവും വലിയൊരു ചാലഞ്ചിങ് ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടാനക്കൂട്ടത്തിൽ നിന്ന് ഇതിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊന്ന് ഇതിങ്ങനെ ചുമന്നുകൊണ്ട് പോവാണ് അങ്ങോട്ട്.
ഇത് കയറ്റി പോണത് എവിടുക്കാ? ഓരോ ഏജൻസികൾ കൊണ്ടുപോകണമായിരിക്കും അല്ലേ? അവർ പിന്നെ അവിടുന്ന് വേറെ എന്തെങ്കിലും കയറ്റി വിടും. അതാണ് കഥ. മഴ പെയ്തിട്ടാണോ അല്ലാതെ എപ്പോഴും ഇങ്ങനെയാണെന്ന് അറിയില്ല. വെള്ളമുണ്ട്. ഇവിടെ ഒരു പഴയ പള്ളിയുണ്ട്, അവിടെ പോയി നിസ്കരിക്കാം. ഇവിടെ ഒരു പഴയ പള്ളിയുണ്ട്. നമുക്ക് പള്ളി ഒന്ന് കാണുന്നത് ബാങ്കിൾ പോയോ പള്ളി ഒന്ന് കാണുകയും ചെയ്യാം. ഇവിടെ ആന വരും, കമ്പി കെട്ടി. അതാണ് പള്ളി. ഇതാണ് സുഹൃത്തുക്കൾ അവിടുത്തെ ഈ നമ്പർ 3 ഡിവിഷനിലുള്ള ആദ്യത്തെ പള്ളി. ഇപ്പോൾ അവർക്ക് വേറെ ജുമാ മസ്ജിദ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇത് എന്നാലും പൊളിക്കാതെ അങ്ങനെ നിലനിർത്തി കൊണ്ടുപോവാണ്. ഒരു പഴയ കാലത്തൊരു പള്ളി എന്നുള്ള രീതിയിൽ ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകണം. അതായത് മച്ചുമുറൊക്കെ ഉള്ള ആ ഒരു പഴയ സ്റ്റൈലുള്ള ഒരു പള്ളി. മാത്രമല്ല ഇവിടെ ഇതിനെ ഒതു കൊടുക്കാനായിട്ട് പഴയ കുളം ഒക്കെയാണ്, കുളം രീതിയിലുള്ള ഹൗസൊക്കെയാണ് ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ വെള്ളം വന്ന് ചാടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഫുൾ ടൈം. അല്ലോ, അല്ലെങ്കിൽ വെള്ളം വന്ന് ഫുൾ ടൈം ചാടിക്കൊണ്ടേ ഇരിക്കുന്നു. ആമ്പലൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. എന്തായാലും ഈ പള്ളി ഒന്ന് അകം കാണാൻ പറ്റുന്നതല്ല. ബാങ്ക് കൊടുത്തിരുന്നു, പിന്നെ ആരും കാണാനില്ല. പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മരപ്പണികളൊക്കെ ഉണ്ട്. കട്ടിൽ ഒക്കെ മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ മച്ചുമ്പുറമൊക്കെ ഉണ്ടായി, പക്ഷെ ഇവിടെ ആരും കാണാനില്ലല്ലോ. ബാങ്ക് കൊടുത്തിട്ട് ആളെയും കാണുന്നില്ല. ഇതെന്തൊരു പന്തലിട്ട് വെച്ചിട്ടുണ്ട് മുമ്പിൽ. ഇവിടെ ആരും അങ്ങനെ നിസ്കരിക്കാൻ വരില്ല എന്നാണ് തോന്നുന്നത്. പരിസരത്തുള്ള ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും. പിന്നെ മൂന്നാമ്പത് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രധാന ഏരിയ ഇപ്പോൾ ജുമാ മസ്ജിദൊക്കെ നിലനിൽക്കുന്ന സ്ഥലത്താണ്. നമുക്ക് ഇവിടുന്ന് നിസ്കരിച്ചിട്ട് പോകാം. ഇതാണ് ഇതിൻ്റെ ഒരു മച്ചുമറും ഒരു അപ്പ് സ്റ്റെയർ ഉണ്ടാവും. അങ്ങോട്ട് സ്റ്റെയർ കയറി പോകണം. ഇതിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ആദ്യമൊക്കെ ഉള്ളിൽ ജുമാ നിസ്കരിക്കുമ്പോഴൊക്കെ ഇവിടെയൊക്കെ സഫ് കെട്ടി ആൾക്കാരാണ് നിസ്കരിക്കണം. ഒരു പള്ളിയാണ്. ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ 2 ഹാളുണ്ട്. ഒരു ഹാൾ മേലത്തെ അപ്സ്റ്റേഴ്സിൻ്റെ ആ ഒരു അല്ലേ മേലെ കയറിപ്പോളെ സ്റ്റെയർ. ഇവിടെ ഒരു ഉസ്താദ് മാത്രമേ ഉള്ളൂ. പിന്നെ ഉസ്താദിൻ്റെ പേരെന്തായിരുന്നു? മുഹമ്മദ് ഫാറൂഖ്. 3 നമ്പറുള്ള തന്നെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ
ആൾക്കാരൊന്നും അധികം ഇവിടെ നിസ്കരിക്കാനൊന്നും ഉണ്ടാവില്ല. ഇവിടെ പള്ളി, മെയിൻ പള്ളി കുറച്ച് അപ്പുറത്താണുള്ളത്. വലിയ ജുമാ പള്ളിയുണ്ട്. ഇത് ഇപ്പോൾ നിന്ന് പോയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും ഇവിടെ ജുമാ നിന്ന് പോയിട്ട്? കൊറോണൻ്റെ കുറച്ച് മുമ്പിനാണ്. അതിന് മുമ്പ് ഒരു ജുമ ഉണ്ടായിരുന്നു ഇവിടെ? കൊറോണൻ്റെ സമയത്തും ജുമ ഉണ്ടായിരുന്നു ഇവിടെ. ശരി. അപ്പോൾ ഇവിടെ അധികമൊന്നും ആയിട്ടില്ല ഈ പള്ളിയിൽ നിന്ന് ജുമ ഇല്ലാതായിട്ട്. ഇപ്പോൾ അവിടെ വലിയ പള്ളിയുണ്ട്. ഇപ്പോൾ ഇവിടെ നിസ്കാരം മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ബാങ്ക് വിളിക്കാനൊക്കെ ആയിട്ട് ഇൻചാർജ് ആയിട്ടൊരു ഉസ്താദ് ഉണ്ടാവും. പിന്നെ ഇവിടെ പരിസരത്തുള്ള ആരെങ്കിലുമൊക്കെ നിസ്കരിക്കാൻ വേണ്ടി വരും ആ സമയത്ത്. അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് നിസ്കാരം നിർവഹിച്ചിട്ട് ഇവിടുന്ന് പോകും. അതാണിപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ. എന്തായാലും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് പഴയൊരു പള്ളിയാണെങ്കിലും. അതിൻ്റെ ഉൾവശത്ത് മിഹ്റാബൊക്കെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ നിസ്കരിക്കാൻ പോവാണ്. ഒരാളൂടെ വന്നിട്ടുണ്ട് നിസ്കരിക്കാൻ. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمد رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة الله أكبر الله أكبر لا إله إلا الله لا إله إلا الله محمد رسول الله اللهم رب العالمين മുകളിലെന്താ നോക്കാം. ഓ, ഇതിൻ്റെ ഉള്ളൊന്നും കുഴപ്പമില്ല കേട്ടോ. നല്ല ഇതുണ്ട്. ഇപ്പോഴും ഫുള്ള് തടികളാണ്, മരത്തിൻ്റെ വർക്കാണ്. ആ, ഇത് ഈ പള്ളീൻ്റെ വർഷം ഇത് ഇത് വർഷം എത്രയെന്ന് അറിയത്? ഇത് നോക്കി ഇറങ്ങിട്ടോ, നോക്കി ഇറങ്ങി. ആ, നോക്കി പിടിച്ചിറങ്ങി. ഇവിടെ ദർസൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ആദ്യം? ആദ്യമൊക്കെ മൊരിയന്മാര് പഠിപ്പിച്ചു. കുറെ ആൾക്കാർ ദർശോദാൻ വരുമോ? അന്നൊക്കെ ഉണ്ടായിരുന്നു എന്റെ കുട്ടിക്കാലത്ത്. ഇപ്പല്ല. നിങ്ങൾ ഓദിക്കണോ ദർസ്? ഇല്ല, ഞാൻ പറ്റില്ല. പുറത്തുനിന്ന് നിങ്ങൾ ചെറിയാനക്കല്ലേക്ക് പണിക്ക് പോയി അല്ലേ? ശരി. ശരി. അപ്പോൾ ഏതായാലും 3 ഡിവിഷനിൽ വന്ന സ്ഥിതിക്ക് നമ്മളിവിടുത്തെ പഴയ പള്ളി ഒന്ന് കണ്ടു. ഒരു ഉസ്താദുണ്ട്, പിന്നെ അവിടെ തൊട്ടടുത്തുള്ള ഒരു പരിസരത്തുള്ള ഒരാളും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എപ്പോഴൊന്നും ആളുണ്ടാവില്ല കേട്ടോ. ഈ ഒരാളോ രണ്ടാളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. പിന്നെ രാവിലെ 5 നേരം ബാങ്ക് വിളിക്കും. പക്ഷേ നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്ന ആളിനെ നിസ്കരിച്ചിട്ട് പോകാനാണ്. പിന്നെ രാവിലെ സുബൈക്ക് ബാങ്ക് ചിലപ്പം വിളിക്കാറില്ല. കാരണം ഇവിടെ മൊത്തം ആന വരുന്ന സമയമൊക്കെ രാവിലെ ഈ പള്ളിക്ക് ചുറ്റും ആനക്കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് രാവിലെ ആ ഒരു റിസ്ക് അതിന് ആരും നിൽക്കാറില്ല. പിന്നെ ഉച്ചയ്ക്ക് ആണ് ഇവിടെ പള്ളിയിൽ ആൾ വരിക. അതുകൊണ്ട് ഇതൊക്കെ പഴയ കാലത്തൊരു വഴിയാണ്. ഇതിലൂടെയാണ് ആൾക്കാർ പണ്ട് സജീവമായിട്ട് കയറി വന്നുകൊണ്ടിരുന്നിരുന്നത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ. ഇപ്പം അവിടെ എല്ലാം കാട് മൂടിപ്പോയി. വെള്ളം വീണ ശബ്ദം മാത്രം കേൾക്കുന്നുണ്ട്. ആ പള്ളിൻ്റെ പരിസരത്ത് തന്നെയായിട്ട് വേറൊരു അമ്പലമുണ്ട്. പരിസരത്തല്ല, കുറച്ച് മുകളിലേക്ക് കയറി പോയിട്ട്. അതൊരു പഴയ അമ്പലമാണ്. പക്ഷെ അത് കാണണമെങ്കിൽ നമ്മൾ ഇതുവഴി പോകാൻ പറ്റില്ല. അപ്പുറത്തൂടെ പോയാൽ അമ്പലവും കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ടൈമില്ല. നോക്കുക പറ്റിയ അപ്പുറത്തൂടെ പോയിട്ട് അമ്പലവും കാണാം നമുക്ക്. ഇനിയിപ്പോൾ നമ്മൾ പോണത് 3 ഡിവിഷൻ്റെ ഹൃദയഭാഗത്തേക്ക്. റോഡ് ഭയങ്കര മോശമായി കിടന്നിരുന്ന സ്ഥലമുണ്ടോ. ഇപ്പോൾ ഇവിടെ ഉണ്ടോ സൈഡൊക്കെ വെട്ടി റോഡ് നല്ല റോഡ് ഇട്ടെടുത്തു. ഇങ്ങോട്ട് ഓട്ടോറിക്ഷയ്ക്ക് നല്ല ചാർജായിരുന്നു. ഈ മോശപ്പെട്ട റോഡിലൂടെ ആൾക്കാർക്ക് വരണമെങ്കിൽ വണ്ടി വിളിച്ച് കഴിഞ്ഞാൽ നല്ല ചാർജ് ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഈ റോഡ് നല്ല റോഡായ ഉടനെ തന്നെ അവർ ചാർജ് കുറച്ചു എന്ന് പറഞ്ഞു. അതായത് ഒരു മാതൃക കാണിച്ചായിരുന്നു ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ. അല്ലാത്ത സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടക പറഞ്ഞാൽ വണ്ടിക്ക് അത്രയ്ക്കും സ്റ്റേ വരും ഈ കട്ട് റോഡിലൂടെ പോകുമ്പോൾ. ഇപ്പോൾ ആ ഒരു പ്രോബ്ലം മാറിയപ്പോൾ അതിനനുസരിച്ച് മാന്യമായിട്ട് അവർ വാടകയും കുറച്ച്. ഇതാണ് 3 ഡിവിഷനിലുള്ള ഇപ്പോൾ കിട്ടിയിട്ടുള്ള ജുമാ മസ്ജിദ്. ഇപ്പോൾ ഇവിടെയാണ് എല്ലാവരുടെയും കേന്ദ്രം. നമ്മൾ 3 ഡിവിഷനിലെത്തി.
ഇതാണ് 3 ഡിവിഷൻ പ്രധാനപ്പെട്ട ജംഗ്ഷൻ. ഇവിടെ നമുക്ക് വെറുതെ ഉള്ളിൽ റൗണ്ട് അടിക്കാം. ഇവിടെ വീടുകളൊക്കെ ഉണ്ടോ, പഴയ വീടുകൾ, പുതിയ വീടുകൾ ഒക്കെ ഉണ്ട്. ഹാരിസ് ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താ പറയ്, വെറുതെ വന്നാണ്. അപ്പോൾ നിങ്ങൾ റൗണ്ട് അടിച്ചിട്ട് പോയച്ചിട്ട് വന്നു. എന്നിട്ട് എന്തെല്ലാവരും അടച്ചു വയ്ക്കണം, ആരും ഇല്ലല്ലോ. ശരി എന്നാ ഞാനൊന്ന് പോട്ടെ, കാണാം കേട്ടോ. ഓക്കെ ശരി. നമ്മൾ ഇതാണ് 3 ഡിവിഷൻ. ഇവിടെ ഇങ്ങനെ പാടികളുണ്ട്, അതിലാണ് ഇവിടെ താമസിക്കുന്നത്. ഇപ്പോൾ ഒക്കെ കൂടുതൽ സ്വന്തം വീടുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഈ ഭാഗത്തല്ല, അത് വേറെ സൈഡിലാണ് ഉള്ളത്. സ്വന്തം വീടുകളൊക്കെ എസ്റ്റേറ്റ് ലൈൻസാണ് ഇവിടെ. ഇതിലാണ് എല്ലാവരുടെയും പൂർവ്വകാലം. ഇങ്ങനെ ഒരു റിംഗ് റോഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പള്ളീൻ്റെ മുമ്പിലൂടെ വീണ്ടും അങ്ങനെ പോകും. പുതിയ പള്ളി. പോവാം. ഇവിടൊക്കെ റോഡിന്റെ അവസ്ഥ മുമ്പ് വരുമ്പോ ഇപ്പൊ അടിപൊളി. പക്ഷെ വീതി കുറഞ്ഞ റോഡാണെങ്കിലും കുഴപ്പമില്ല. ഇതുവരെയുള്ളൂ റോഡ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പഴയ റോഡ്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട സെറ്റിൽമെൻ്റ് ഒക്കെ ആ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരുപാട് ലൈൻസ് ഉണ്ട്. നമ്മളിപ്പോൾ പഴയ പള്ളി എന്ന് പറഞ്ഞത് ഈ വഴിക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ പള്ളിയിലേക്ക് പോകാൻ പറ്റും. അതാണ് ആ ഒരു റൂട്ട്. അങ്ങോട്ടേക്ക് നമ്മൾ പോകണോ? അല്ല, അവിടെ പോയിട്ട് നമുക്ക് ആരും കാണാനൊന്നുമില്ല. പക്ഷെ നമുക്ക് മുകളിലേക്ക് പോവാം. ഇതിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സ്ഥലത്തെത്തും. ആ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല, ശരിക്കറിയില്ല. അതായത് ഈ ട്രൈബൽസൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. പോയി നോക്കാം കുറച്ച് മുമ്പോട്ട്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് ആനകളെ കേന്ദ്രമാണ് കേട്ടോ. ഇവിടെ രാത്രി സമയങ്ങളിലൊന്നും ഇവിടെ പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് ആനക്കൂട്ടങ്ങൾ വരുന്ന സ്ഥലമാണ് ഇവിടെ കാണുന്നത്. ഈ തേയിലത്തോട്ടങ്ങളുടെ അവസ്ഥയാണ് ഭയങ്കര അവസ്ഥ ഉണ്ടോ. ചെടികളൊക്കെ വളർന്ന് ഇതിങ്ങനെ ആവാൻ കാരണം എസ്റ്റേറ്റ് മാനേജ്മെന്റിന് മാത്രം കുറ്റം പറയുന്നതിൽ കാര്യമില്ല. കാരണം ഇവിടുത്തെ തൊഴിലാളികളുടെ ഒരു അനാസ്ഥയും കൂടാണ് ഇതിന് കാരണം എന്നാണ് പറയണത്. കാരണം ഇവിടുത്തെ ഈ ഉൽപാദനം കുറയുമ്പോഴല്ലേ പിന്നെ ഈ ശമ്പളം കൊടുക്കണ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരിക. അതാണ് സംഭവിച്ചു പോയത്. അപ്പോൾ ഈ തൊഴിലാളികൾ നല്ല ഡെഡിക്കേറ്റീവായിട്ട് ഒരു ജോലി ചെയ്താൽ മാത്രമേ ഉള്ളൂ കമ്പനി മുമ്പോട്ട് പോവുക. പക്ഷെ ഇവിടെ അത് ഉണ്ടായിട്ടില്ല. അതാണ് ഈ കാണുന്നത്. ഇങ്ങനെ അത് പല ആൾക്കാരും അങ്ങനെ അഭിപ്രായം പറയുന്നേക്കാം. തൊഴിലാളികൾ പല സൂപ്പർവൈസർമാരോ ഈ ഫീൽഡ് ഓഫീസർമാരൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ഒരു അലക്ഷ്യമായിട്ടുള്ളൊരു ജോലിയായിരുന്നു. അവർ അത്ര ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഈ ഒരു അവസ്ഥയിലായത്. മാനേജ്മെൻറ്റിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങോട്ടൊക്കെ കണ്ടോ, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ആ മലം കാടാണ്. ആ കാടിൻ്റെ ഇടയിൽ അവിടെയൊക്കെ വീടുകളുണ്ട്. അത് ഏത് സ്ഥലം എന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. അത് നമുക്ക് അന്വേഷിക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടുള്ള ആരെങ്കിലും നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്ഥലത്തേക്കും കൂടെ ഒരു ദിവസം പോയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അവിടെ ട്രൈബൽ കോളനി ഉണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, കൃഷിക്കാരായിട്ടുള്ള ആളുകളൊക്കെ ജീവിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവരുടെ ഒരു ആക്ടിവിറ്റീസ്. അയ്യോ, എവിടെയെങ്കിലും ഇങ്ങനെ തേയിലത്തോട്ടം കണ്ടിട്ടുണ്ടോ? എന്താ അതിൻ്റെ അവസ്ഥ അല്ലേ? തേയിലത്തോട്ടം അങ്ങ് വളർന്ന് ആന നിന്നാൽ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുക. എല്ലാം കാട് മൂടിയ വഴികളൊക്കെ. തേയിലൊക്കെ അങ്ങ് വളർന്ന് എടുക്കാണ്ട് കണ്ടില്ലേ?
ഇങ്ങനെ കിടക്കുക. ഇതുണ്ടോ ഇല തൂക്കണ സംഭവം, ത്രാസ് വെക്കുന്ന തൂക്കിയിടുന്ന പോസ്റ്റാണ്. അതൊക്കെ അങ്ങനെ തുരുമ്പ് പിടിച്ചു പോയി. എന്താണ് അവസ്ഥ? ഇതിന് മുകളിലേക്ക് പോയാൽ വല്ല കരടിയും പുലിയൊക്കെ ഉണ്ടാവും. അങ്ങോട്ട് പോകണ്ട. ഇതാണ് അവസ്ഥ. ഇവിടെ ഭയങ്കര നല്ല വെട്ടിയൊരുക്കുണ്ടായിരുന്നു കുറച്ച് മുമ്പൊക്കെ. എല്ലാവരും ഇവിടെ വന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. ഇപ്പം എന്തോ ഇങ്ങനെ ആയിപ്പോയി. ഇവിടെ ഒരു സ്പോട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ റോഡിന് പോകാൻ പറ്റുന്നില്ല. ഇവിടെ എല്ലാവരും വരുന്നവരൊക്കെ കാണാൻ പോകുന്ന സ്ഥലമാണ്. ഒന്ന് പോയി നോക്കേണ്ട. ഇവിടെ വന്ന സ്ഥിതിക്ക് കാണാത്തവരുണ്ടെങ്കിൽ കാണാമല്ലോ. ഞാൻ മുമ്പ് പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് വെറുതെ ഒന്ന് പോയി നോക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡോസ്, ഒരു പുൽമേട്, അവിടെ എല്ലാവരും ഇങ്ങനെ പോയിട്ട് നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ഇങ്ങനെ പോകും. പക്ഷെ ഡേഞ്ചർ സോണാണ്. എലിഫൻറ്റ് ഉണ്ടാവും. പക്ഷെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു കരുതലോട് കൂടി പോകാൻ പറ്റും. റോഡൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വേറെ വണ്ടികളൊന്നും ഇതിൽ കൊണ്ടുവരാൻ പറ്റും തോന്നുന്നില്ല. വലിയ ഓഫ് റോഡ് വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം. അല്ല കാറിലൊന്നും വരാൻ പറ്റില്ല അങ്ങോട്ട്. ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ടല്ലോ. വീടുണ്ട്, താമസം ഉണ്ടാവാൻ സാധ്യതയല്ല. വേണ്ടില്ലേ, ഒരു ബൈക്ക് നിൽപ്പുണ്ട്. വീട് പഴയ വീടാണ്, പൊട്ടിപ്പൊളിഞ്ഞ് പോയി, ആരുമില്ല. പക്ഷെ ഇവിടെ ഈ ഒരു വീട്ടിൽ താമസം ഉണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം വെയിലൊക്കെ നല്ല വെട്ടിയൊരുക്കി വെച്ചിട്ടുണ്ട്. ഉണ്ട്, പട്ടികളൊക്കെ ഉണ്ട്. ഇറങ്ങണ്ട. ഇവിടെ നിന്ന് അങ്ങോട്ട് കാടാണ്. ആനക്കാൽപാദങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ. ശരി, നമുക്ക് എന്തായാലും കുറച്ച് ദൂരം മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ വെള്ളം കുത്തി ഒഴുകിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റും. ഓഹോ, ഇവിടുന്ന് അപ്പുറത്തേക്ക് കടക്കാനൊരു മാർഗമില്ലല്ലോ. ഇത് ആനകൾ ഇപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രഞ്ച് കിടങ്ങ് കയറിയതാണ്. അപ്പോൾ ആനകൾ അതുവരെ വരും. ഇതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല എന്നൊക്കെയാണ്. പക്ഷെ ഇത് കാലക്രമേണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടിച്ച് പൊളിച്ച് മണ്ണെല്ലാം അതിലേക്ക് തള്ളിയിട്ട് പിന്നെ ആനപ്പുറത്തേക്ക് വരും. ഒരവസ്ഥയാണ്. ഇതിലൂടെ അങ്ങനെ കുറച്ച് ദൂരം പോയി നോക്കാം. ആന ട്രഞ്ചിൻ്റെ അപ്പുറത്തുണ്ടാവും. നല്ല ആഴുണ്ട് കേട്ടോ. ആനയ്ക്ക് അപ്പുറത്തേക്ക് കടക്കാനൊന്നും പറ്റില്ല അത്ര പെട്ടെന്ന്. ഇതുവഴി ഇങ്ങനെ പോയി നോക്കിയാൽ അതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റില്ല കേട്ടോ നമുക്ക്. കാരണം കിടങ്ങിൻ്റെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ പണിയാണ്. ഓക്കെ. ഇതങ്ങനെ കിടങ്ങാതൊഴി അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. യെസ്, വെരി നൈസ്. നല്ല ആഴത്തിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലൂടെ കുറച്ച് ദൂരം മുന്നോട്ട് പോയി നോക്കാം. റോഡ് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. എത്ര ദൂരം ഉണ്ടാവും എന്നറിയില്ല. അയ്യോ, ഇത് വേണ്ട. ഇത് കാട്ടിൻ്റെ ഉള്ളിലേക്കാണ് പോകണം. എവിടെയെങ്കിലും പോയി ജോയിൻ്റ് ആവും. പക്ഷേ അതോടൊക്കെ ആനപ്പുണ്ടാണ് ഇവിടെയൊക്കെ. തിരിക്കാം. കുറച്ച് മുന്നിൽ പോയി തിരിക്കാം. അവിടെ ഞാൻ തിരിച്ച് മടങ്ങി വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നമ്മൾ പരിചയമില്ലാത്ത സ്ഥലത്തോട് പോയിട്ട് റിസ്ക്കാണ്. അത് എന്തെങ്കിലും ഒന്നായിക്കഴിഞ്ഞാൽ, അതായത് അവിടെ എന്താ അവസ്ഥ എന്നുള്ളത് അറിയില്ല. ആരെങ്കിലും ഒരാൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോകാൻ വെച്ചാൽ ഒരാളെയും കാണുന്നില്ല അവിടെ. അത് നമ്മൾ അവിടുന്ന് മടങ്ങി ഇപ്പോൾ വേറൊരു റൂട്ടിലേക്ക് ഇങ്ങനെ പോകണം. അതിൻ്റെ അപ്പുറത്ത് തന്നെ നല്ല സീനിക്കായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അവിടെയൊക്കെ. ഒരു മഴയും കൂടെ പെയ്തപ്പോഴേ ഭയങ്കര ഭംഗിയോടെ മൊത്തത്തിൽ നല്ല ഗ്രീനിഷ് ആയിട്ടുണ്ട്, പച്ചപ്പായിട്ടുണ്ട് ഇതിലൂടെ യാത്ര ചെയ്യാൻ. ഇവിടെ പശുക്കളൊക്കെ മേയുണ്ട്. അതിങ്ങനെ പോയി നോക്കാം കുറച്ച് ദൂരം.
ഇതിൻ്റെ എൻഡിലൊന്ന് കയറി നോക്കാം. ഓക്കെ, ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ മൈതാനം പോലെയാണല്ലോ. 4 സൈഡും മൈതാനം തന്നെയുള്ളൂ. ഇവിടുന്ന് അപ്പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലങ്ങളൊക്കെ അങ്ങനെ കാണാം കേട്ടോ. അതിൻ്റെ അപ്പുറത്തൊക്കെ അവിടെ ഓരോ കൊല്ലികളും മറ്റൊക്കെ ഉണ്ട്. താഴ്ന്നൊരാൾ കയറി വരുന്നു, അതോ തോഴ്ന്നൊരാൾ നടന്നു വരുന്നുണ്ട്. മിക്കവാറും ട്രൈബിൾ ആരെങ്കിലും ആയിരിക്കും. നമുക്ക് അന്വേഷിച്ച് നോക്കാം. ഏതായാലും നമ്മുടെ യാത്രകളൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ. ഞാനിത് തുടരും. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. നല്ല സ്ഥലങ്ങൾ, നല്ല ഇൻറ്റീരിയർ പ്ലേസുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അന്വേഷിക്കട്ടെ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.